രീതിയിലുള്ള ഹാപ്പിനെസ് ഉണ്ട്. ഒന്ന് സിന്തറ്റിക് ഹാപ്പിനെസ് ആണ്, മറ്റൊന്ന് ഓതന്റിക് ഹാപ്പിനെസ് ആണ്. സിന്തറ്റിക് ഹാപ്പിനെസ്സിനാണ് ഇന്ന് എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത്. എന്താ സിന്തറ്റിക് ഹാപ്പിനെസ്? നമുക്ക് മൊബൈൽ കിട്ടുമ്പോൾ, നല്ല വേർഷനുള്ള ഒരു മൊബൈൽ കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമാണ്. കാരണം അതൊരു സിന്തറ്റിക് ഹാപ്പിനെസ് ആണ്. ഉദാഹരണത്തിന് ആപ്പിളിന്റെ 8 ഇനി അതിന്റെ അപ്പുറത്തേക്കോ ഏതെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കിട്ടണമെന്ന് നമുക്ക് മോഹമുണ്ടാകും. ആ മോഹം വെച്ചിട്ട് നമ്മൾ അതിനെ സ്വപ്നം കണ്ട് നടക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് അതിന്റെ സന്തോഷം ഉണ്ടാവുകയുള്ളൂ. ഒരാഴ്ചത്തേക്ക്. ആ ഒരാഴ്ച കഴിഞ്ഞാൽ ആ സന്തോഷം പോകും. ഇതേപോലെ തന്നെ നമ്മളൊരു വീട് വെച്ചു എന്ന് വെക്കുക. അതിമനോഹരമായി നല്ലൊരു ആർക്കിടെക്റ്റിനെ കണ്ടിട്ട് നല്ലൊരു വീട് വെച്ചു. നമ്മുടെ തൊട്ട അയൽവാസി മറ്റൊരു വീട് വെക്കാൻ തുടങ്ങിയാൽ അത് കുറച്ചും കൂടി ആർച്ചും ഭയങ്കര രസകരമായ ഒരു നല്ലൊരു പ്രോജക്റ്റ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ വീടിനോട് ദേഷ്യം തോന്നും. കാരണം എന്തുകൊണ്ടാ? ഈ കാണുന്ന സിന്തറ്റിക് ഹാപ്പിനെസ്സിനോട് എപ്പോഴും നമുക്ക് ഒരു അകൽച്ചയാണ്. എപ്പോഴും നമ്മളെ സന്തോഷപ്പെടുത്താൻ കഴിയില്ല. ഇനി ഒരാൾ ഒരു മുതലാളിയാണ് എന്ന് വെച്ചിട്ട് ഒരേ സമയം 10 പാന്റ് ഇടാൻ ഒരാൾക്ക് പറ്റുമോ? ഒരു സമയം ഒരാൾക്ക് 10 കുപ്പായം ധരിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. കാരണം ഒരു മുതലാളിയാണെന്ന് വിചാരിച്ചിട്ട് അയാൾക്കും ഒരു ലിമിറ്റ് ഉണ്ട്. ഇനി ഒരാൾ വിചാരിക്കാണ് ഞാൻ വലിയ സമ്പന്നനാണ്, കേരളത്തിൽ അറിയപ്പെടുന്ന സമ്പന്നൊരാളാണ്, അതുകൊണ്ട് എനിക്ക് ഉച്ചക്ക് ഒരു ബിരിയാണി ഒന്നും പോരാ, 10 ബിരിയാണി കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. പാവങ്ങളുടെ അത്ര പോലും പണക്കാർക്ക് കഴിക്കാൻ കഴിയില്ല. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ആവശ്യങ്ങൾ പരിമിതമാണ്. നമ്മുടെ അമിതാവേശങ്ങളും അത്യാഗ്രഹങ്ങളുമാണ് നമ്മുടെ മുമ്പിൽ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് സിന്തറ്റിക് ഹാപ്പിനെസ് എന്ന് പറയുന്നതിൽ വലിയ ഒരു സന്തോഷത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നർ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന, ചിലപ്പോൾ 4 ആവും 3 ആവും, ചിലപ്പോൾ 2 ആവും, മിക്കവാറും അയാൾ 2ാം സ്ഥാനത്താണ്. വാറൻ ബഫെ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ മതമേത് ഇസമേത് അതല്ല എന്റെ ചർച്ച. അദ്ദേഹം ഏറ്റവും വലിയ അവസ്ഥയിലായിരുന്നിട്ട്, ലോകത്തിലെ 2ാമത്തെ സമ്പന്നനായിരുന്നിട്ട് പോലും അദ്ദേഹം സാധാരണ വീട്ടിൽ താമസിക്കുന്നു, സാധാരണ കാറിൽ സഞ്ചരിക്കുന്നു, സാധാരണ മൊബൈൽ ഉപയോഗിക്കുന്നു. അദ്ദേഹത്തിന് ഫ്ലൈറ്റ് മാനുഫാക്ചറിംഗ് കമ്പനിയുണ്ട്. ഫ്ലൈറ്റ് ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്, ഫ്ലൈറ്റ് മാനുഫാക്ചറിംഗ് കമ്പനിയുണ്ട്, ഫ്ലൈറ്റ് നിർമ്മാണ കമ്പനി. എന്നിട്ട് പോലും ബിസിനസ് ക്ലാസ്സിൽ അദ്ദേഹം സഞ്ചരിക്കാറില്ല. സ്വന്തമായിട്ട് അദ്ദേഹത്തിന് എന്തുണ്ട്? പിന്നെ PPL എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് ഉണ്ട്. എന്നിട്ടും അദ്ദേഹം അതുമായിട്ട് പോകാറില്ല. അദ്ദേഹത്തോട് ഒരിക്കൽ ഇന്റർവ്യൂവിന് ചോദിച്ചു, അദ്ദേഹം ഒരു ഭൗതികനാണ്, എന്നിട്ടും അദ്ദേഹത്തോട് ചോദിച്ചു, സാർ നിങ്ങൾ എന്താണ് ജീവിതത്തിൽ ഇത്രമാത്രം സമ്പത്തൊക്കെ ഉണ്ടായിട്ടും ഇങ്ങനെ നടക്കുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒരിക്കലും സിന്തറ്റിക് ഹാപ്പിനെസ്സിൽ വിശ്വസിക്കുന്നില്ല, ഞാൻ ഓതന്റിക് ഹാപ്പിനെസ്സിൽ വിശ്വസിക്കുന്നു എന്നതാണ്. ഓതന്റിക് ഹാപ്പിനെസ് എന്ത്, സിന്തറ്റിക് ഹാപ്പിനെസ് എന്ത്, നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഈ സിന്തറ്റിക് ഹാപ്പിനെസ് ഇന്നത്തെ ചെറുപ്പക്കാർ പ്രത്യേകിച്ചും മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ, മൊബൈൽ കിട്ടുമ്പോ, ബൈക്ക് കിട്ടുമ്പോ, ഇനി 25 ലക്ഷം രൂപയുടെ ബൈക്കൊക്കെ ഇറങ്ങാൻ പോകുന്നുണ്ട്. അത്ര കുറച്ച് സമയം പറക്കുന്നൊക്കെ കേൾക്കുന്നതിന്റെ പ്രോട്ടോടൈപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഏതായിരുന്നാലും ശരി, അത് ഇറങ്ങുമ്പോൾ അത് കിട്ടണമെന്ന് നമുക്ക് മോഹം വരും. ഏതായിരുന്നാലും അങ്ങനെ ഈ 25 ലക്ഷം രൂപയുടെ ബൈക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ അതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ബൈക്ക്, നമ്മളെ കേരളത്തിലെ മലപ്പുറം ജില്ലയുടെ ഒരു തലപ്പത്തന്നെയാണ് 17 കോടിയുടെ ലംബോർഗിനി കാർ ഒരാൾ വാങ്ങിയത്. നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. കേരളത്തിൽ ഏറ്റവും വലിയ കാർ ഇറങ്ങിയത് മലപ്പുറം ജില്ലയിലാണ്. 17 കോടി രൂപയുടെ ലംബോർഗിനി കാർ. അത് എത്തിക്കലായിരുന്നത്ര അദ്ദേഹത്തിന്റെ മോഹം. ഇന്ന് അദ്ദേഹത്തോട് പോയി ചോദിച്ചാൽ ഒരു പക്ഷേ അദ്ദേഹം പറയും, ഇത് ഞാൻ ഒഴിവാക്കുകയാണെന്ന്. കാരണം സിന്തറ്റിക് ഹാപ്പിനെസ്സിന് അത്രേ ആയുസുള്ളൂ. എന്നാൽ ഓതന്റിക് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓതന്റിക് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന സന്തോഷമാണ്. എപ്പോഴും നമ്മൾ ഒരു ബിസിനസ്സിനെ മുന്നോട്ട് വെക്കുമ്പോൾ കുറെ പൈസ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകണമെന്ന് വരെ നമ്മൾ ലക്ഷ്യം വെക്കണം. എങ്ങനെയാ നഷ്ടം? അതൊരു നഷ്ടമല്ല, അത് വലിയ ലാഭമാണ്. നമ്മളൊരു എന്റർപ്രണർ ആകുമ്പോൾ ഇതിനെ നിങ്ങളൊന്ന് മുന്നിൽ വെച്ച് നോക്ക്. അവിടെ വിശുദ്ധ ഖുർആനിൽ ദൈവം സൂചിപ്പിക്കുന്ന, അള്ളാഹു സൂചിപ്പിക്കുന്നത് ഫുത്തിഹത്ത് അബ്വാബു സമാ, അതിന്റെ തഫ്സീർ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു മനുഷ്യൻ മുന്നിൽ വെച്ചിട്ട് മുന്നോട്ട് പോകുമ്പോ അവന് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും എന്നതാണ്. ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കുക എന്ന് പറഞ്ഞാൽ പാവങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി, പാവങ്ങളിലേക്ക് ഇറങ്ങാൻ വേണ്ടി നമ്മുടെ ബിസിനസ്സിനെ നമ്മൾ മുന്നോട്ട് വെക്കുമ്പോ ദൈവം തമ്പുരാൻ നമുക്ക് തരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നത് വലിയ വലിയ വാതായനങ്ങളായിരിക്കും. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്നറിയപ്പെടുന്ന ബിൽ ഗേറ്റ്സ് എവിടെ പോയി എന്ന് നിങ്ങളൊന്ന് പഠനം നടത്തി നോക്കിയേ. ബിൽ ഗേറ്റ്സിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നില്ല, അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യത്തെ കുറിച്ച് നമ്മൾ കേൾക്കുന്നില്ല. ഇന്ന് നമ്മൾ പഠനം നടത്തേണ്ടത് അദ്ദേഹം പാവങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കാൻ. അദ്ദേഹത്തിന്റെ മതം അത് നിഷ്കർഷിക്കുന്നുണ്ടാകാം. ഞാൻ പറയുന്ന അദ്ദേഹം പാവങ്ങളെ ഇപ്പൊ ഇത്രയും പൈസ ഉണ്ടാക്കി. നിങ്ങളുടെ കയ്യിലുള്ള ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്ന സംഭവം, അതിൽ $5000 കോടി 2 വർഷം മുമ്പേ വരുമാനമുണ്ടായത് എന്ന് മാർക്ക് സുക്കർബർഗ് പുറത്തുവിട്ടു. $5000 കോടി ലാഭമുണ്ടായി എന്ന് പറഞ്ഞിട്ട് തൊട്ട് പിന്നാലെ അദ്ദേഹം പറയുന്ന വാക്ക്, ഇത് ഞാൻ പാവങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യുന്നു എന്നതാണ്. എന്ന് പറഞ്ഞാൽ $5000 കോടി ഞാൻ പാവങ്ങൾക്ക് വിതരണം ചെയ്യുമെന്നതാണ്. 1986 കേരളത്തിലെ എല്ലാ ആളുകൾക്കും അറിയാം, അന്ന് ഫുട്ബോൾ കണ്ടവർക്കൊക്കെ, നമുക്കന്ന് 10 വയസ്സാണ്.
അന്ന് ഏറ്റവും കൂടുതലായിട്ട് മാസ്മരികമായി നിന്ന കഥാപാത്രം ഡിയാഗോ മറഡോണയാണ്. മറഡോണ അന്ന് ഏറ്റവും ടോപ്പായി നിൽക്കുമ്പോ ഒരു വലിയ രാജ്യത്തിനെ, അതുവരെ കപ്പ് കിട്ടാത്ത രാജ്യത്തിനെ കപ്പിലേക്ക് എത്തിച്ചപ്പോ 1986 അദ്ദേഹത്തിന് കിട്ടിയ കോടിക്കണക്കിന് രൂപയെ അന്ന് പത്രക്കാര് ചോദിച്ചു, സാർ ഈ പൈസ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന്. ഡിയാഗോ മറഡോണ അന്ന് പറഞ്ഞ വാക്ക്, ഇത് ഞാൻ കടലാസ് പന്ത് കൊണ്ട് കളിച്ചിട്ടുള്ള എന്റെ ഗ്രാമത്തിന് വേണ്ടി ഞാൻ സബ്മിറ്റ് ചെയ്യുന്നു എന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഞാൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറുപ്പക്കാർ ചിന്തിച്ചു പോകും. കാരണം അതിഭൗതികന്മാര് വരെ അവർ സന്തോഷം കണ്ടെത്തുന്നത് സത്യത്തിൽ മറ്റുള്ളവർക്ക് നൽകുന്നതിലൂടെയാണ്. അതിഭൗതികന്മാര് വരെ. അതാണ് ഞാൻ പറയുന്നത്, അതിഭൗതികന്മാരുടെ കഥയാണ് ഇത്. അപ്പൊ സത്യത്തിൽ ഒരു വിശ്വാസിയായ നല്ല രീതിയിൽ നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്ര സന്തോഷമുണ്ടാകണം. ഞാൻ ഒന്നും കൂടി പറയാം, ഈ സിന്തറ്റിക് ഹാപ്പിനെസ്സും ഈ ഓതന്റിക് ഹാപ്പിനെസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നത് ചോദിച്ചാൽ, ഇപ്പൊ ഒരാള്, ഞാൻ ചിലയിടത്തൊക്കെ ഉദാഹരണം പറയാറുണ്ട്, ആരെങ്കിലും ആവർത്തിച്ച് കേൾക്കുന്നുവെങ്കിൽ ക്ഷമിക്കണം. ഞാൻ പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഒരാള് ഏകദേശം ഒരു 6-7 ലക്ഷം രൂപ അയാൾ സ്വരൂപിച്ചു. തന്റെ വീടൊന്നൊന്ന് ചെറുതായിട്ടൊന്ന് ശരിയാക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ മക്കൾക്കും തോന്നി വീട് ശരിയാക്കും, 2 റൂം അപ്പുറത്തേക്കാക്കും, അതിലൊരു റൂം എനിക്ക് വേണമെന്ന് മൂത്ത മോനൊക്കെ പറഞ്ഞു തുടങ്ങി. അങ്ങനെ വലിയ ആവേശത്തോടുകൂടി നിൽക്കുമ്പോഴാണ് തന്റെ പ്രിയപ്പെട്ട അനുജൻ ഹോസ്പിറ്റലിലായി എന്ന് കേൾക്കുന്നത്. അനുജനും ജ്യേഷ്ഠനും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമാണ്. ഏതായിരുന്നാലും അനുജന്റെ അടുക്കലേക്ക് ചെന്നു. അപ്പോഴാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ ഡോക്ടറുടെ നിർദ്ദേശം. അങ്ങനെ മാറ്റിയപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, പെട്ടെന്ന് ഓപ്പറേഷൻ വേണം. ഏകദേശം അദ്ദേഹത്തിനുള്ളത് ബ്രെയിൻ ട്യൂമറാണ്. ഈ ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് 6 ലക്ഷം രൂപ ചെലവാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം അങ്ങോട്ട് ചോദിക്കാണ്, ജ്യേഷ്ഠൻ ചോദിക്കാണ്, സാർ ഇത്രയും പൈസ ആകുമോ? അതെ ആകും, 6 ലക്ഷം രൂപയാണ് അതിന്റെ കണക്ക്. ഈ സമയത്ത് ഇദ്ദേഹം ആലോചിക്കാം. അങ്ങനെ വീട്ടിലെത്തി സ്വന്തം ഭാര്യയോട് ഇദ്ദേഹം ചോദിക്കാണ്, നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു 6 ലക്ഷം രൂപ ഉണ്ടല്ലോ, ഇതെന്താ ചെയ്യേണ്ടത്? വീടുണ്ടാക്കണോ അതോ അവന് ഓപ്പറേഷന് വേണ്ടി കൊടുക്കണോ? കണക്ക് കൂട്ടുന്ന തന്ത്രജ്ഞയാണ് ഭാര്യ എങ്കിൽ പറയും, നിങ്ങൾ മിണ്ടാതിരുന്നോ, ഈ പൈസ ഇപ്പൊ കയ്യിലുള്ളത് നിങ്ങൾ ആരോടും പറയണ്ട, അത് ഏതെങ്കിലുമൊക്കെ വഴിക്ക് നടന്നോളുമെന്ന്. മക്കള് കണക്ക് കൂട്ടുന്ന മക്കളാണെങ്കിൽ അവര് പറയും, ഇപ്പൊ മിണ്ടാതിരുന്നോ, ഇതൊന്നും ഇപ്പൊ എടുക്കാൻ പറ്റൂല എന്ന് പറയും. നേരെ മറിച്ചിട്ട് ഇവര് സത്യസന്ധമായ ആളുകളാണെങ്കിൽ, യഥാർത്ഥത്തിൽ ഒരു വിശ്വാസികളാണെങ്കിൽ, ദൈവത്തിന് ഭയന്ന് കഴിയുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, അദ്ദേഹം കടന്നു വരുമ്പോ, ഉപ്പച്ചി നമുക്കിപ്പോ വീട് വലുതാക്കണ്ട, ഇത് അപ്പാപ്പന്റെ ഓപ്പറേഷന് വേണ്ടി കൊടുത്തേക്ക്. ഭാര്യ പറയും, നിങ്ങൾ എന്താ പറയുന്നത്, വീടൊക്കെ നമുക്ക് പിന്നെ വലുതാക്കിക്കൂടെ, ഇത് ഓപ്പറേഷന് വേണ്ടി കൊടുത്തേക്ക്. അങ്ങനെ ചുരുക്കത്തിൽ ഇദ്ദേഹം ആ പൈസ എടുത്ത് അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. ഓപ്പറേഷന് വേണ്ടി അദ്ദേഹം ഡിക്ലറേഷനിൽ ഒപ്പുവെക്കാൻ, ഈ ഓപ്പറേഷനിൽ എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഉത്തരവാദികളല്ല എന്ന് ഡോക്ടേഴ്സ് ഇങ്ങോട്ട് പറയുമ്പോ ഞങ്ങൾക്കത് സമ്മതമാണ് എന്നുള്ള സമ്മതപത്രത്തിൽ അങ്ങോട്ട് ഒപ്പുവെച്ചു കൊടുക്കുമ്പോ അതിനുവേണ്ടി ഫീസ് വെക്കുന്ന സമയത്ത് ഈ മനുഷ്യന്റെ മനസ്സിൽ പിടപ്പാണ്. ഇത്രയും കാലമായിട്ട് അരിഷ്ടിച്ചുണ്ടാക്കിയിട്ടുള്ള സമ്പത്ത് നഷ്ടപ്പെടുന്നു എന്നതൊരു ഭാഗത്ത്, മറ്റൊന്ന് അനുജന്റെ ജീവൻ എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടണേ എന്ന പ്രാർത്ഥന മറ്റൊരു ഭാഗത്ത്. ചുരുക്കത്തിൽ ഓപ്പറേഷൻ സക്സസ് ആയി. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അനുജനെയും കൊണ്ട് വീട്ടിലെത്തി. അങ്ങനെ അനുജനോട് പറഞ്ഞു, ഞാൻ ഇപ്പൊ വീട്ടിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തി, കുളിച്ച് റെഡിയായി. അനുജന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം കൊടുക്കാനും മരുന്ന് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കാനും വേണ്ടി ജ്യേഷ്ഠൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇദ്ദേഹം കാണുന്ന ഒരു കാഴ്ച നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ടൊന്ന് ആലോചിച്ച് നോക്കി. 2 ചെറിയ മക്കൾ, അയാൾക്ക് 2 ചെറിയ കുട്ടികളെ ഉള്ളൂ. ആ 2 ചെറിയ മക്കള് സന്തോഷത്തോടെ വാപ്പച്ചിയുടെ അരികിലിരുന്ന് വർത്തമാനം പറഞ്ഞ് അദ്ദേഹത്തോട് ഇങ്ങനെ സന്തോഷം പങ്കുവെക്കുമ്പോ തന്റെ പിതാവിനെ തിരിച്ചു കിട്ടിയതിലുള്ള സന്തോഷത്തിൽ ഈ 2 മക്കള് വല്ലാതെ സന്തോഷിക്കുമ്പോ നമ്മൾ ഇങ്ങനെ വീട്ടിലേക്ക് നടന്നു ചെല്ലുമ്പോ ആ രംഗം കാണുമ്പോ നമ്മുടെ കണ്ണിലൂടെ ഒലിക്കുന്ന ഒരു കണ്ണുനീരുണ്ട്. ദാറ്റ് ഈസ് ഒതന്റിക് ഹാപ്പിനെസ്. അതാണ് ഒതന്റിക് ഹാപ്പിനെസ്. ആ സന്തോഷത്തിന് പകരം വെക്കാൻ കഴിയില്ല നമ്മൾ 1 ലക്ഷം രൂപയുടെ മൊബൈൽ വാങ്ങിയാലും. ആ സന്തോഷത്തിന് പകരം വെക്കാൻ കഴിയില്ല നമ്മൾ 60 ലക്ഷം രൂപക്ക് വീട് വെച്ചാലും. ആ സന്തോഷത്തിന് പകരം വെക്കാൻ കഴിയില്ല ലോകത്തിൽ നമ്മൾ എന്ത് ചെയ്താലും. ഈ ഒരു ഓതന്റിക് ഹാപ്പിനെസ്സിനെ മുമ്പിൽ വെച്ചിട്ട് വേണം സത്യത്തിൽ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കഴിവിനും അപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ ദൈവം തമ്പുരാൻ തുറന്നു തരും. നമ്മുടെ കഴിവുകൾക്കപ്പുറം. നമുക്ക് കഴിവ് പരിമിതമാണ്, നമുക്കെല്ലാവർക്കും നമ്മളെ കുറിച്ചറിയാം. പക്ഷെ അറിയാത്ത വാതിലുകൾ തുറന്നു തരുന്നതായി നമുക്ക് മനസ്സിലാകും. അങ്ങനെ ആ വാതിലുകൾ തുറന്നു തരുമ്പോൾ നമ്മൾ നമ്മളെ കുറിച്ച് മറക്കാതെ അതിലേക്ക് നമ്മുടെ കഴിവുകളെ, ശേഷികളെ മറിച്ചുവിടണം. അവിടെയാണ് നമ്മളതൊരു പാഷനാക്കി ഏറ്റെടുക്കണം. ഒരുപാട് പൈസ ഉണ്ടാക്കാനല്ല നമുക്ക് ബിസിനസ്.
ഒരുപാട് പൈസയുണ്ടാക്കാനല്ല നമുക്ക് ബിസിനസ്. പകരം നമുക്ക് കിട്ടിയ പൈസയെ ക്രിയാത്മകമായിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുകൂടി ചിന്തിച്ചുകൊണ്ട് തുടങ്ങലാണ് ബിസിനസ്. ആ ഒരു ബിസിനസ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ പാഷൻ നമ്മളിലേക്ക് കടന്നു വരും. ഈ കിട്ടുന്ന സമ്പത്ത് കൊണ്ടൊക്കെ എനിക്ക് ഇന്ന പണികളുണ്ട് എന്നവൻ അറിയാൻ പറ്റും. അപ്പൊ നമുക്കറിയാം, ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളിലൊക്കെ 10,000 രൂപ വെച്ചാൽ 10,000 രൂപ കൊടുത്താൽ വീട് വെച്ച് കൊടുക്കാൻ പറ്റും. നമ്മൾ ചെല്ലുന്ന സമയത്ത് മൻസൂറിനൊക്കെ ഓർമ്മയുണ്ടാകും. മൻസൂർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവിടെ പശിയടക്കാൻ കഴിയാത്ത മക്കളെ നമ്മൾ കാണാറുണ്ട്. അവരിട്ടിട്ടുള്ള വസ്ത്രങ്ങൾ അവരുടേതല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. കാരണം നീളം കൂടിയ വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവുക. പെരുന്നാളിന് പോലും ഒരുപക്ഷെ അവർ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ആശങ്കയാണ്. ഇങ്ങനെ അതിന്റെ ഗ്രാമങ്ങളിലേക്ക് പോയാൽ കരണ്ടെത്താത്ത ഒരുപാട് വീടുകൾ നമുക്ക് കാണാൻ പറ്റും. പന്തം കത്തിച്ചിട്ട് നിസ്കരിക്കുന്ന പള്ളികൾ നമുക്ക് കാണാൻ പറ്റും. കാരണം വെളിച്ചമില്ലാത്തതിന്റെ പേരിൽ കിലോമീറ്ററുകളോളം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പാവപ്പെട്ട ആളുകളെ നമ്മൾ കാണും. ഒരുപാട് അവർക്കൊരു വീട് വെച്ചു കൊടുക്കാൻ നമുക്ക് പറ്റിയാൽ അതാണ് ഏറ്റവും പ്രധാനം. 10,000 രൂപക്ക് നമ്മൾ ഹോട്ടലിൽ കയറി ഏതെങ്കിലുമൊക്കെ ബില്ലടക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഈ മനുഷ്യരെ കുറിച്ചാണ്. അങ്ങനെ നമ്മൾ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് ബിസിനസ് ചെയ്യുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഓരോ കുട്ടികളും മനസ്സിലാക്കണം, എന്റെ അനുജന്മാരെ മനസ്സിലാക്കണം, പ്രിയപ്പെട്ട ഇവിടുത്തെ അലൂമിനീസ് മനസ്സിലാക്കണം. ആ ഒരു വിഷനോട് കൂടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ പോകുമ്പോൾ ഇനി നിങ്ങൾ ചിന്തിക്കണം,